ഇത് കർക്കിടക മാസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വാൽമീകി രാമായണമല്ല, എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണമാണ് നമ്മൾ ഈ രാമായണ മാസത്തിൽ ജപിക്കാറുള്ളത്. അധ്യാത്മ രാമായണത്തിൽ 6 കാണ്ഡങ്ങളിലായിട്ടാണ് രാമായണ കഥ രചിച്ചിട്ടുള്ളത്. ആദ്യ കാണ്ഡം ബാലകാണ്ഡമാണ്. എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ ശാരിക പൈതലിനെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് രാമായണം രചിച്ചിരിക്കുന്നത്. രാമായണ കഥ ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ. അയോധ്യാധിപതിയായ ദശരഥന് 3 ഭാര്യമാരാണ് ഉള്ളത്. കൗസല്യ, കൈകേയി, പിന്നെ സുമിത്ര. 3 ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ദശരഥ മഹാരാജാവിന് പുത്രഭാഗ്യം ഉണ്ടായിരുന്നില്ല. രാജപിന്തുടർച്ചയ്ക്ക് ഒരനന്തരാവകാശി ഇല്ലാത്തതിൽ ദശരഥ മഹാരാജാവിന് അതിയായ വിഷമമുണ്ടായിരുന്നു. ഈ ദുഃഖത്തിന് ഒരു പോംവഴി കാണാൻ ദശരഥ മഹാരാജാവ് തന്റെ കുലഗുരുവായ വസിഷ്ഠമുനിയുടെ ഉപദേശം തേടി. അങ്ങനെ വസിഷ്ഠമുനിയും മറ്റു മുനിമാരും എല്ലാവരും കൂടിയാലോചിച്ച് പുത്രലബ്ധിക്കായി ഒരു പുത്രകാമേഷ്ടി യാഗം നടത്താം എന്ന് തീരുമാനിച്ചു. വസിഷ്ഠമുനിയുടെ നിർദ്ദേശത്തിൽ യാഗം നടത്തുന്നതിനായി വൈബണ്ഡക മുനിയെയും പുത്രൻ ഋഷ്യശൃംഗനെയും അയോധ്യയിലേക്ക് ക്ഷണിക്കുകയും അവരുടെ നേതൃത്വത്തിൽ സരയൂ നദീതീരത്ത് വെച്ച് യജ്ഞശാലയൊരുക്കി അശ്വമേധ യാഗവും പുത്രകാമേഷ്ടി യാഗവും പൂർത്തിയാക്കി. യാഗത്തിന്റെ അവസാനത്തിൽ ഒരു സ്വർണ പാത്രത്തിൽ പായസവുമായി ഹോമകുണ്ഡത്തിൽ നിന്ന് അഗ്നിദേവൻ ഉയർന്നു വരികയും പായസം ദശരഥന് നൽകിക്കൊണ്ട് ഇത് താങ്കൾക്ക് പുത്രന്മാരുണ്ടാവാനുള്ള പായസമാണ് എന്ന് പറയുകയും ചെയ്തു. ദശരഥ മഹാരാജാവ് ആ പായസം തന്റെ പത്നിമാരായ കൗസല്യയ്ക്കും കൈകേയിക്കും പകർന്നു നൽകി. കൈകേയി തനിക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി സുമിത്രയ്ക്ക് നൽകി. കൗസല്യയും കൈകേയി ചെയ്ത പോലെ തനിക്ക് ലഭിച്ച പായസത്തിന്റെ പകുതി സുമിത്രയ്ക്ക് നൽകി. അങ്ങനെ രാജ്ഞിമാർ 3 പേരും പായസം കഴിക്കുകയും താമസിയാതെ അവർ 3 പേരും ഗർഭിണികളാവുകയും ചെയ്തു. ഇതിൽ സന്തുഷ്ടനായ ദശരഥ മഹാരാജാവ് ധാരാളം ദാനധർമ്മങ്ങളെല്ലാം നടത്തുകയും കൊട്ടാരത്തിൽ എല്ലാവരും സന്തോഷത്തോടെ വസിക്കുകയും ചെയ്തു. അങ്ങനെ ഗർഭകാലം പൂർത്തിയാവുകയും കർക്കിടക ലഗ്നത്തിൽ പുണർദം നക്ഷത്രത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു കൗസല്യാദേവിയുടെ പുത്രനായി ഭൂമിയിൽ ഭൂജാതനായി. അടുത്ത നാൾ പൂയം നക്ഷത്രത്തിൽ കൈകേയി ദേവിക്ക് ഭരതനും അതിന്റെ അടുത്ത നാൾ സുമിത്രാദേവിക്ക് ആയില്യം നക്ഷത്രത്തിൽ ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുകയും ചെയ്തു. കൗസല്യാദേവിക്ക് കുഞ്ഞു പിറന്ന ഉടനെ തന്നെ ആ കുഞ്ഞ് മഹാവിഷ്ണുവായി തന്റെ ചതുർബാഹുരൂപം, അതായത് തന്റെ ശംഖുചക്ര പത്മഗതയോട് കൂടിയ തന്റെ രൂപം കൗസല്യാദേവിക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ രൂപം കണ്ട് അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടി തന്റെ വയറ്റിൽ പിറന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കി മഹാവിഷ്ണുവിനെ ആവോളം സ്തുതിക്കുകയും ചെയ്യുന്നു. കൗസല്യാദേവിയുടെ ഈ സ്തുതിയിൽ സംപ്രീതനായ മഹാവിഷ്ണു കൗസല്യാദേവിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുകയും കൗസല്യാദേവിയുടെ ഈ സ്തുതി ജപിക്കുന്ന ഏവർക്കും സകല ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ശേഷം തനിക്ക് ഒരു മാതാവിന്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും പുത്രന്റെ വളർച്ചയും കാണാനായി ഒരു സാധാരണ മനുഷ്യക്കുഞ്ഞിന്റെ രൂപത്തിൽ മറ്റാരെങ്കിലും കാണുന്നതിന് മുൻപ് മാറാമോ എന്ന് കൗസല്യാദേവി മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. അങ്ങനെ കൗസല്യാദേവിയുടെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു ഒരു സാധാരണ മനുഷ്യക്കുഞ്ഞിന്റെ രൂപത്തിലേക്ക് മാറുകയും അങ്ങനെ കൗസല്യാദേവിക്ക് തന്റെ പുത്രനായ ശ്രീരാമനെ ലഭിക്കുകയും ചെയ്യുന്നു. 4 പുത്രന്മാരെ ലഭിച്ച ദശരഥ മഹാരാജാവിന് പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദമുണ്ടായി. അയോധ്യാപുരിയാകെ ഉത്സവാഘോഷങ്ങളോടെ 4 പുത്രന്മാരുടെയും ജനനം കൊണ്ടാടി. അങ്ങനെ 4 പുത്രന്മാർക്കും വസിഷ്ഠ ഗുരു പേരിട്ടു. മൂത്ത മകന് രാമൻ എന്നും, രണ്ടാമത്തെ പുത്രന് ഭാവിയിൽ ഭരണ നൈപുണ്യം ഉണ്ടാവുമെന്ന് കണ്ട് ആ പുത്രന് ഭരതൻ എന്നും പേരിട്ടു. മൂന്നാമത്തെ പുത്രൻ ലക്ഷണയുക്തനായതുകൊണ്ട് ആ പുത്രന് ലക്ഷ്മണൻ എന്നു പേരിട്ടു. 4ാമത്തെ പുത്രൻ യുദ്ധത്തിൽ സമർത്ഥനാവുമെന്ന് കണ്ട് ശത്രുഘ്നൻ എന്നും പേരിട്ടു. അങ്ങനെ ഏറെ സന്തോഷത്തോടെ 4 പുത്രന്മാരുടെയും കളികളും കുസൃതികളും എല്ലാം കണ്ട് അയോധ്യയാകെ ആനന്ദത്തിലാവുന്നു. അങ്ങനെ കാലം കടന്നു പോവുകയും കുമാരന്മാർ വളർന്ന് കൗമാരപ്രായത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഉപനയനം നടത്തി വസിഷ്ഠമുനി അവർക്കുള്ള വിദ്യാഭ്യാസവും നൽകി. വിദ്യാഭ്യാസകാലം പൂർത്തിയാവുകയും കുമാരന്മാർ സകല ശസ്ത്രവിദ്യകളും സ്മൃതികളും ശ്രുതികളും എല്ലാം നല്ലതുപോലെ അധ്യയനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഗുരുവിന് ദക്ഷിണയെല്ലാം കൊടുത്ത് ദശരഥ മഹാരാജാവും രാജ്ഞിമാരും കുട്ടികളും എല്ലാവരും സന്തോഷത്തോടെ കൊട്ടാരത്തിൽ കഴിഞ്ഞു.